ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തന്റെ പിതാവിനെ പറ്റിയുള്ള ഒരു മകന്റെ സാക്ഷ്യം ഞാൻ പങ്കുവയ്ക്കുകയാണ്. എന്റെ പിതാവ് റവറൻ മാർട്ടിൻ ഹോൾഡ് കഴിഞ്ഞ ആഴ്ച ദൈവസന്നിധിയിലേക്ക് യാത്രയായി. സൗത്ത് ആഫ്രിക്കയിലെ റിഫോംഡ് ബാപ്റ്റിസ്റ്റ് സഭയുടെ പുരോഹിതനായിരുന്നു എന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജീവിതത്തെപ്പറ്റി എനിക്ക് ചില സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. ഒന്നാമത്തേത് അദ്ദേഹത്തിന്റെ വചന ശുശ്രൂഷയെപ്പറ്റിയാണ്. ഉത്സാഹത്തോടും പാഷനോടും കൂടിയായിരുന്നു അദ്ദേഹം എപ്പോഴും തിരുവചനം പങ്കുവച്ചിരുന്നത്. ആളുകളുടെ കൈയടിക്കും പ്രശംസയ്ക്കും വേണ്ടി അദ്ദേഹം ഒരിക്കലും വചനപ്രഘോഷണം നടത്താറില്ല. മാറ്റമില്ലാത്ത, മായം ചേർക്കാത്ത തിരുവചനം നിർഭയമായി എവിടെയും പറയുമായിരുന്നു. 3 കാര്യങ്ങൾക്കായിരുന്നു അപ്പന്റെ ജീവിതത്തിൽ പ്രയോറിറ്റി ഉണ്ടായിരുന്നത്: ക്രിസ്തു, തിരുവചനം, കർത്താവിന്റെ സഭ. മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്ന അപ്പന്റെ സ്വഭാവമാണ് രണ്ടാമത്തെ സാക്ഷ്യം. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും കോൺഗ്രിഗേഷൻ അംഗങ്ങളുടെയും പലവിധത്തിലുള്ള ജീവിത സഹനങ്ങളിലായിരിക്കുന്നവരുടെയുമൊക്കെ പേരുകൾ എഴുതി എല്ലാ ദിവസവും അവർക്കു വേണ്ടി അപ്പൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിരാവിലെ ഞാൻ ജോലിക്കിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാമുറി സജീവമായിരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ദാനിയേലിന്റെയും ഏലിയാവിന്റെയും പ്രാർത്ഥന പിൻഗാമിയായിരുന്നു എന്റെ അപ്പൻ. ഒരിക്കലും പൗരോഹിത്യ ജീവിതത്തിലേക്ക് വരില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നെ മാനസാന്തരത്തിലേക്കും ഒടുവിൽ സെമിനാരിയിലേക്കുമൊക്കെ വഴിതിരിച്ചു നടത്തിയത് എന്റെ അപ്പന്റെ സത്യത്തിലും ആത്മാവിലുമുള്ള പ്രാർത്ഥനയുടെ ശക്തിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൂന്നാമത് പറയാനുള്ള സാക്ഷ്യം അപ്പന്റെ ദൈവീക മാതൃകയാണ്. ക്രിസ്തുവിനോടുള്ള പ്രതിബദ്ധത, തിരുവചനത്തോടുള്ള വിധേയത്വം, വിവാഹ പ്രതിജ്ഞയോടുള്ള സമർപ്പണം, ഇടയത്ത ശുശ്രൂഷയോടുള്ള പ്രതിജ്ഞാബദ്ധത എന്നിവയൊക്കെയാണ് ബാലനായിരുന്നപ്പോൾ മുതൽ ഞാൻ അപ്പനിൽ നിന്നും കണ്ടുപഠിച്ച നന്മകൾ. അതൊക്കെ എനിക്ക് ദിശാബോധം നൽകിയ ബാലൻ നടക്കേണ്ട വഴികളായിരുന്നു. എന്റെ ചിന്തയിലും മനോഭാവത്തിലും ആത്മാവിലും ആഴത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട അവിസ്മരണീയമായ അനുഭവ പാഠങ്ങളായിരുന്നു അതൊക്കെ. അപ്പന് ഇടയത്ത ശുശ്രൂഷ ഒരു അഡിക്ഷനായിരുന്നു. അതുകൊണ്ട് കുടുംബഭാരം മുഴുവൻ അമ്മയുടെ ചുമലിലായി. തെല്ലും പരിഭവമില്ലാതെ, ഒരു കുറവും വരാതെ കുടുംബ നിയോഗങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് അമ്മ നിറവേറ്റി. നഷ്ടബോധത്തിന്റെ കണക്ക് പറഞ്ഞ് അപ്പനെ അമ്മ ഒരിക്കലും ശല്യപ്പെടുത്താറില്ല. ഇടയത്ത ശുശ്രൂഷയിൽ കുരിശെടുത്ത് സഹയാത്രികയാകുവാനാണ്, സഹശുശ്രൂഷക്കാരിയായി തന്നെ ദൈവം വിളിച്ചത് എന്ന തിരിച്ചറിവ് അമ്മയ്ക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട മനസ്സും മനോഭാവവുമായിരുന്നു എന്റെ അമ്മയുടേത്. സമൂഹം ഇടയന് ആദരവും അനുമോദനങ്ങളുമൊക്കെ നൽകുമ്പോൾ ഇടയത്വ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ നൽകിയ സഹശുശ്രൂഷകയും
മക്കളും തീർച്ചയായും കോംപ്ലിമെന്റ് അർഹിക്കുന്നുണ്ട്. കർത്തൃശുശ്രൂഷയിൽ വെല്ലുവിളി നിറഞ്ഞ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ആൾക്കൂട്ടം എന്ത് പറയുന്നു, നാട്ടുനടപ്പ് എങ്ങനെയാണ്, സ്വന്തം മനസാക്ഷി എന്താണ് പറയുന്നത്, അതൊന്നും അപ്പനെ സ്വാധീനിച്ചിരുന്നില്ല. തിരുവചനം എന്തു പറയുന്നു എന്നത് മാത്രമായിരുന്നു എല്ലാ തീരുമാനങ്ങളിലും അപ്പന്റെ മാനദണ്ഡവും മാർഗരേഖയും. ഞാൻ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച ദിവസം എന്നെ അടുത്ത് വിളിച്ച് അപ്പൻ പറഞ്ഞു, അഹങ്കാരം, അത്യാഗ്രഹം, അസന്മാർഗികത എന്നീ പരീക്ഷണങ്ങളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. അപ്പൻ നൽകിയ ആ ഉപദേശം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. ഈ പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിപ്പിക്കരുതേ എന്ന് കണ്ണുനീരോടെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയിൽ അടിപതറാതെ മുന്നേറുവാൻ പഠിച്ച തിയോളജിയേക്കാളൊക്കെ സഹായകമായത് എന്റെ അപ്പൻ പറഞ്ഞു തന്ന ഈ മുന്നറിയിപ്പുകളാണ്. കല്യാണ വീട്ടിൽ വീഞ്ഞില്ലെന്ന് കണ്ടറിഞ്ഞ മേരി മാതാവിന്റെ കെയറിംഗ് മനസ്സ് എന്റെ അപ്പനുണ്ടായിരുന്നു. അപ്പന്റെ സഹായം നിരസിക്കുന്നവരോട് ദയവായി ഇത് സ്വീകരിക്കണം, എനിക്ക് ദൈവം നൽകുന്ന അനുഗ്രഹം തടയരുത് എന്ന് അപ്പൻ പറയുമായിരുന്നത്രേ. അപ്പന്റെ മരണശേഷമാണ് അതൊക്കെ ഞങ്ങൾ അറിയുന്നത്. എന്റെ പിതാവിനെ വിശുദ്ധനായി ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ പറയുന്നത്. ഒരു പെർഫെക്റ്റ് മാൻ എന്ന് സ്വയം ഭാവിക്കാനോ പ്രശംസിക്കപ്പെടാനോ അപ്പനൊരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബലഹീനതകളും പരിമിതികളുമുള്ള ഒരു സാധാരണ മനുഷ്യനാണെന്ന ചിന്ത അപ്പനെപ്പോഴും ഉണ്ടാകുമായിരുന്നു. അവസാന നാളുകളിൽ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്നപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ജോൺ ന്യൂട്ടന്റെ I am a great sinner and Christ is a great Savior എന്ന വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ടാണ് നിത്യയാത്രയ്ക്കായി ഒരുങ്ങുന്നത്. അപ്പന്റെ അവസാന സമയങ്ങളിൽ വേദനകളും യാതനകളുമൊക്കെ വളരെ ശക്തമായിരുന്നു. പക്ഷെ ഒരു പരിഭവവും ബുദ്ധിമുട്ടും പറയുമായിരുന്നില്ല. അന്ത്യയാത്രയിൽ എന്റെ പ്രിയപ്പെട്ട അപ്പന്റെ മുഖത്ത് അതുവരെ കാണാതിരുന്ന പ്രത്യാശയും പ്രസന്നതയും പ്രമോദവുമൊക്കെ ഞാൻ കണ്ടു. മരണനിഴൽ താഴ്വരയിൽ അപ്പനെ കാത്തുനിന്ന സ്നേഹ ഇടയന്റെ കൈപിടിച്ച് യാത്ര തുടർന്നതിന്റെ ആത്മഹർഷവും സായുജ്യവുമായിരുന്നിരിക്കാം അപ്പന്റെ മുഖത്ത് വിളങ്ങിയത്. ഈ ലേവ്യ ദമ്പതികൾ ഞങ്ങൾക്ക് പകർന്നു തന്നത് ടെക്സ്റ്റ് ബുക്കുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും സെമിനാരി കോഴ്സിനും പഠിപ്പിച്ചു തരാൻ കഴിയാത്ത ഉദാത്ത ഉത്തുംഗമൂല്യങ്ങളാണ്. അമ്മയുടെ മെമ്മറി സ്റ്റോണിൽ അപ്പൻ എഴുതി, ഫോർ എവർ വിത്ത് ലോർഡ്. അതിനേക്കാൾ നല്ലൊരു സ്മാരക ലിഖിതം അപ്പനു വേണ്ടി കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് അതുതന്നെ ഞങ്ങളും എഴുതി. അഭിനയങ്ങളും സ്ഥാനമോഹങ്ങളും പുറംമോടിയുമില്ലാതെ ദൈവമേൽപ്പിച്ച ആടുകളുടെ സ്നേഹ ശുശ്രൂഷയ്ക്കായി ഹൃദയപരമാർത്ഥതയോടെ സ്വയം സമർപ്പിച്ച ഒരു വിനീത ദൈവ ശുശ്രൂഷകൻ.
ഈ വിശിഷ്ട പേരന്റിംഗ് അനുഭവിക്കാൻ എനിക്ക് സാധിച്ചത് ഈ ജന്മത്തിലെ വലിയൊരു സുഹൃതമാണ്. ദൈവത്തിന് സ്തോത്രം. കണ്ടും കേട്ടും തൊട്ടും അനുഭവിച്ചും അടുത്തറിഞ്ഞ മക്കളിൽ നിന്ന് അനുകൂല സാക്ഷ്യം കേൾക്കുവാൻ കഴിയുന്ന മാതാപിതാക്കൾ തീർച്ചയായും ധന്യരാണ്. വീട്ടിൽ സാക്ഷ്യമില്ലാത്തവർക്ക് നാട്ടിലും സഭയിലും രാഷ്ട്രീയത്തിലും എന്തൊക്കെ ഉണ്ടായിട്ടും എന്താണ് കാര്യം? നല്ല ദാസരെ, ഇവിടെ കടന്നു വരിക എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ നിത്യതയിലേക്ക് ക്ഷണിക്കുവാൻ ഒരുപക്ഷെ മക്കളുടെ സാക്ഷ്യവും ദൈവം പരിഗണിച്ചേക്കാം. സ്നേഹ ഇടയൻ ഭരമേൽപ്പിച്ച ശ്രേഷ്ഠ നിയോഗങ്ങൾ ധന്യമായി പൂർത്തിയാക്കി നിത്യതയിലേക്ക് യാത്രയായ ലോകമെങ്ങുമുള്ള ആദരണീയരായ ഇടയന്മാർക്ക് പുണ്യ പ്രണാമം. നിഷേധ ശക്തികളോട് എതിർത്തുനിന്ന് ആട്ടിൻകൂട്ടത്തിന്റെ ജാഗ്രതയുള്ള കാവൽക്കാരായി ഇടയത്ത ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെങ്ങുമുള്ള എല്ലാ വിശിഷ്ട അജപാലകർക്കും അവരുടെ കുടുംബങ്ങൾക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ വിനീതമായ ഹൃദയപൂർവമായ അഭിനന്ദനങ്ങളും ശുഭാശംസകളും. എ. പി. ജോർജച്ചൻ.